സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഒരു ലോ ഇന്റേൺ എങ്ങനെ റെഡി ആവാം എന്ന് നിങ്ങൾ എന്നെ കാണിച്ചു തരാൻ പോകണം. ഫ്രഷ് ഐഡിയ ആണ്, നമ്മളിനി ഫ്രഷ് മാത്രമേ പിടിക്കുള്ളൂ. അപ്പോൾ പ്രസന്റബിളായിട്ട് നമ്മൾ പോകണം. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ണെഴുതുന്നു, എങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നു, എങ്ങനെ നമ്മൾ മുടി കിട്ടുന്നു ഞാൻ പഠിപ്പിച്ചുതരാം. വീഡിയോ അപ്ലൈ ചെയ്യുന്ന രീതി ശരിയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല കേട്ടോ. എന്നൊക്കെ തന്നെ അല്ലേ, സൺസ്ക്രീൻ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ആരി തേക്കുക എന്നുള്ളതാണ്. മെയ് 4 ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമോ ഒന്നും എനിക്കറിയില്ല. ആഘോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് പാർട്ടിയാണ് ജയിച്ചായിരുന്നു പറയണേ കമൻറ്റ് ബോക്സിൽ. അറിയാം, ചുമ്മാ വെറുതെ രസം കേട്ടോ. നമ്മൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ലിബാമട്ടില്ലല്ലേ, ലിബാമിടല്ലേ. അപ്പോൾ പറഞ്ഞാൽ മറണ്ട എന്ന സ്ഥലത്ത് ഏത് പാർട്ടിയാണ് ജയിച്ചതെന്ന് കമൻറ്റിൽ പറയണം. ഓക്കെ, കണ്ണെഴുതണം. കണ്ണെഴുതാൻ എനിക്ക് കണ്ണാടി നോക്കിയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതൊന്നും എനിക്ക് ശരിക്കും അത്ര ഒരു ഇതായിട്ടുള്ള പരിപാടിയല്ല. പക്ഷേ നമ്മൾ പഠിക്കണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുക. കണ്ണ് കുത്തിപ്പൊട്ടിയാൽ നോക്കിയാൽ മതി. വളരെ കറക്റ്റായിട്ട് മികച്ചതായിട്ടൊന്നും വരില്ല. ഒന്ന് തെക്കോട്ടും മറ്റ് പടിഞ്ഞാട്ടത്തേക്ക് വരുള്ളൂ കേട്ടോ അവർക്കാരും. അവർക്കത് തെക്കും പടിഞ്ഞാറും കെട്ട അവസ്ഥയ്ക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവർക്കാരും. എങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. രണ്ട് രീതിയിലായിട്ട് ഇത് മാറ്റി വരയ്ക്കാമെന്നൊന്നും എനിക്ക് അത്രയും ഇതായിട്ടുള്ള കാര്യമില്ല. അപ്പം നമ്മളിത് മാറ്റി വെച്ചാലുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ അതിൻ്റെ ദിഗംബരനൊക്കെ പോയില്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ പോയില്ല. നമ്മളിപ്പോൾ ഇത് വര ശരിയാണോ, ഇതിൻ്റെ റേഷ്യോ കറക്റ്റാണെന്ന് അവിടെ ആരും തപ്പറൊന്നുമില്ല. കറക്റ്റാണ്, നമുക്ക് കറക്റ്റാണ് മതി. കറക്റ്റാണ്. ക്യാമറ ഒക്കെ നോക്കി സംസാരിക്കുമ്പോഴേ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളിപ്പം ഹായ് ഗായ്സ്, ഹലോ എന്നൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമ്മളിതിന് തുടക്കത്തിലത്തെ വീഡിയോ ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഒരു 7-9 ടേക്ക് എടുത്തിട്ടാണ് അതെനിക്ക് കിട്ടിയത്. ഞാൻ ഫോർമലായിട്ട് നമുക്ക് തുടങ്ങാം. പക്ഷേ അപ്പം ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ സംസാരം ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഞാൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അത് പറയൂ, നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ചോദിക്കാം, വരൂ, അങ്ങനെയൊന്നല്ല ഞാൻ സംസാരിക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കണം. അവർക്കറിയാം, ഞാൻ വീട്ടിൽ തന്നെ സംസാരിക്കണം, ഫ്രണ്ട്സിനോട് തന്നെ സംസാരിക്കണം. അങ്ങനെ നമ്മുടെയൊക്കെ ലൈഫിൽ കഴിച്ചോ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ഒരാളുള്ളത് ശരിക്കും നല്ലതല്ലേ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ട്, വേറെ ആരുമല്ല. സ്വിഗ്ഗി മെസ്സേജ് വെച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടാം. അപ്പം ഞാൻ ഇതിൻ്റെ ബ്രാൻഡൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ, അപ്പം അതും പറഞ്ഞുതരാം കേട്ടോ. ഇത് മാർസാണ്, ഇതും മാർസാണ്. ഇത് ലുട്ടൂൻ്റെയാണ്. ലുട്ടു എന്ന് വെച്ചാൽ അനിയത്തിൻ്റെ കേട്ടോ, അനിയത്തിൻ്റെയാണ്. എൻ്റെ അപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് കുറേ ഉണ്ട്. പക്ഷേ നമുക്ക് വേറെ ആളുടെ നിന്ന് എടുത്തിടുമ്പോൾ കിട്ടുന്ന സുഖം നമ്മുടെ കാര്യം എടുത്തിട്ടാൽ കിട്ടുമോ? കിട്ടില്ല. റൈറ്റ്. ഈ കൊടുക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞിട്ടെ. ശരിക്കും കുറേ സംസാരിക്കുന്നവർ ലൈക്ക് എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ബെല്ലും ബ്രേക്കും ഫുൾ സ്റ്റോപ്പ് ഇടാൻ അറിയില്ല. ഐ മീൻ എങ്ങനെയാണ് നമ്മൾ സംസാരിച്ച് ഇനി സംസാരിക്കണം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളങ്ങ് സംസാരിച്ചങ്ങ് പോകും. ഇപ്പം തന്നെ ഞാൻ എടുത്തു വെച്ച വീഡിയോക്ക് എത്ര ഡ്യൂറേഷനാണെന്ന് എനിക്കറിയില്ല. അതൊരു ശരിക്കൊരു പ്രശ്നം. അപ്പോൾ നമുക്കിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കുറയ്ക്കണം, കൂട്ടണം. അതൊക്കെ ശരിക്കും പ്രശ്നമാണ് സംസാരിക്കുന്നവർക്ക് കേട്ടോ. ഇൻട്രോവേർട്ടുകളായിരിക്കും അവിടെ പറഞ്ഞില്ല. എന്നെപ്പോലത്തെ ആൾക്കാരെ, എന്നെപ്പോലത്തെ ജീവജാലങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമുണ്ടോ? കമൻറ്റിലോ. പിന്നെ വേറൊരു കാര്യം, ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ചുറ്റുവട്ടത്തൊന്നൊക്കെ. ക്ഷമിക്കുക. കണ്ണാടി നോക്കാതെ ഇടാൻ പറ്റും. എനിക്ക് പറ്റില്ല, നമുക്ക് കണ്ണാടി വെക്കാം. വീഡിയോ എടുക്കുമ്പോഴേക്കും അത് ഇമാതിരി പ്രശ്നങ്ങൾ വരുള്ളൂ കേട്ടോ. അവിടെ പടരുക എവിടെ പടരുക നമ്മൾ ശരിയാക്കണം. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു എക്സാമിന് അറിയുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടില്ല. അതായത് 15 ക്വസ്റ്റ്യൻ, ഈ 15 ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് അറിയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് എന്ത് തുടങ്ങണമെന്ന് അറിയാൻ ഒരു ആക്രാന്തം പിടിച്ചൊരു അവസ്ഥ വരില്ലേ. എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചില സമയത്ത് ഏറെക്കുറെ നമ്മുടെ മുഖത്തെ പണിയിൽ കഴിഞ്ഞു. നമ്മളിനി അവസാന സ്റ്റേജായി പൊട്ട് തൊടാം. സുന്ദരിക്ക് പൊട്ട് വയ്ക്കും. ചിലവരൊക്കെ ചോദിക്കും, ചിലവരല്ല, നമ്മളിപ്പം
LLB ഒക്കെ പഠിക്കുമ്പോൾ ഇൻറ്റേൺഷിപ്പിലാണെന്ന് പറയുമ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്തിനാ? ഇൻറ്റേൺഷിപ്പ് എന്തിനാണെന്നല്ല, എത്ര ദിവസമാണ് ഇൻറ്റേൺഷിപ്പ്? നിങ്ങൾ LLB എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പ്രാക്ടീസ് ചെയ്യോ? അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ നമ്മൾ പറയുമ്പോൾ ചുമ്മാ വെറുതെ സംസാരിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ, അറിവുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കണം. അപ്പോൾ LLB 3 വർഷത്തിൻ്റെ ഉണ്ട്, 5 വർഷത്തിൻ്റെ ഉണ്ട്. ഞാനിപ്പോൾ 3 വർഷത്തിന്, അതായത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ LLB ചെയ്തത്. അപ്പം ഇതിൽ ഇൻറ്റേൺഷിപ്പ് എത്ര ദിവസമാണ് ചോദിക്കുന്നവരോട്, ഒരു സെമ്മിൽ നമുക്ക് 14 ദിവസം ഇൻറ്റേൺഷിപ്പ് ഉണ്ട്, അതായത് ഒരു സെമ്മിൽ. അപ്പം നമ്മളിപ്പം ഒരു വർഷം നമുക്ക് 2 സെം വരുമ്പോൾ നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു മാസത്തിൽ നമ്മൾ 28 ദിവസം, അതായത് നമുക്ക് മെയിൻലി കോളേജുകാർ അലൗട്ട് ചെയ്യുന്നത് 28 ദിവസമാണ്. ഒരു മെയ് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസം, അത് എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വാല്യൂഷൻ ക്യാമ്പൊക്കെ വരുമ്പോൾ ഒഴിവ് കിട്ടുകയാണെങ്കിൽ ആ സമയങ്ങളിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ പ്രാക്ടീസ് ചെയ്യൂ എന്ന് ചോദിക്കുന്നവർ, അതായത് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഇപ്പോൾ ആരാന്ന് ചോദിക്കണ്ട, അങ്ങനെ കാണുമ്പോൾ ചോദിക്കും, അറിയാത്ത ആൾക്കാർ ചോദിക്കുമല്ലോ നമുക്ക്. അപ്പം അവരോട് പറയാനുള്ളത്, ഇല്ല, നമ്മൾ LLBയുടെ ഇടയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യില്ല. നമ്മൾ LLB കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എൻറോൾമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഈ എക്സാം ഉണ്ട്, അതൊക്കെ എഴുതി നമ്മൾ പ്രാക്ടീസിക്കുള്ളൂ. അതിനെ ആയിരിക്കുമല്ലോ അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഇനി എൻ്റെ സീനിയറൊക്കെ ആരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വല്ല ഇതിൽ വല്ല എതിരഭിപ്രായമെങ്കിൽ അവർ തിരുത്തിക്കോളൂ കേട്ടോ. നമുക്കിപ്പോൾ എല്ലാം അറിയണമെന്നില്ലല്ലോ, നമ്മളും ഇപ്പോൾ ഒരു ധാരണയിലൊക്കെ ഒന്ന് പോവുകയാണല്ലോ. അങ്ങനെ ഇനി LLB റിലേറ്റഡ് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ആൻസർ തരാം. EBA മീൻസ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ, ലൈക്ക് നമ്മളിപ്പം അതൊരു അക്രഡിഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ് ചെയ്താലാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ജെമിനിയോടൊക്കെ ചോദിക്കാം, ജെമിനിയെ കൊണ്ടല്ലോ നമുക്ക്. ഞാൻ ജെമിനിയോട് ചോദിച്ചതൊന്ന് കൺഫർമേഷൻ വരുത്തിയിട്ടുണ്ട്. കാരണം ഈ യൂണിഫോം ഇട്ടിട്ട് നമുക്ക് ഒരാൾക്ക് തെറ്റായിട്ടുള്ള കാര്യം നമ്മുടെ ഫീൽഡിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു കോടതിയിൽ എൻറോൾമെൻറ്റ് കഴിയാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ജൂനിയർ അഡ്വക്കേറ്റ് ആയിട്ട്, അതുപോലെ ലീഗൽ ഫോംസിലൊക്കെ, കോർപ്പറേറ്റ് ഫോംസിലൊക്കെ നമുക്ക് വയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു ഇൻറ്റേൺസ് ആയിട്ടൊക്കെ നമുക്ക് പോകും. അല്ലാതെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ സംഭവം ജെമിനി ചേട്ടൻ പറഞ്ഞത് സെയിമാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഇനിയൊന്നും ചെയ്യാനില്ല. നമുക്ക് ഭക്ഷണം കഴിക്കണം, ബാഗ് എടുക്കണം, ഇറങ്ങണം, വേറെ പണിയൊന്നുമില്ല. ഓക്കെ, വാച്ചിട്ടില്ല, വാച്ചിടണം. വാച്ചിപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് കേട്ടോ, കാരണം എടുക്കാൻ മറക്കുന്നൊരു സ്വഭാവമുള്ളൂ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഇതിന് മുമ്പ് ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി കാണണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. എന്നോടുള്ള സ്നേഹം നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പിടിച്ചും ലൈക്ക് ബട്ടൺ അമർത്തി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. ഫോട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറയാനില്ല. ഭക്ഷണം കേൾക്കട്ടെ, ഇറങ്ങട്ടെ. ബൈ, സ്റ്റേ ട്യൂൺഡ്.